ക്യാപ്കട്ട് ടെക്സ്റ്റ് എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കമന്റിൽ വന്ന പല കാര്യങ്ങളും മലയാളം എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഫോണിലെ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടല്ല, പിസിയിലെ ക്യാപ്കട്ടിൽ എങ്ങനെ മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യാന്നതിനെ കുറിച്ച് ഒരു തുടക്കം ഞാൻ പറഞ്ഞു വെക്കാം. മലയാളം നമുക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യാനുള്ള അറിയാലോ, അതുപോലെ തന്നെ പിസിയിലും ടൈപ്പ് ചെയ്യാം. വോയിസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് അതിലേക്ക് പിസിയിലേക്ക് അയച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ക്യാപ്കട്ടിലെ ടൈറ്റിൽ പേസ്റ്റ് ചെയ്ത് ഫോൺസിൽ പോയിട്ട് മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫോണ്ടുകൾ കിട്ടും. ഇത് വർക്കിംഗ് ആണ്. നമ്മൾ വിചാരിച്ച പോലെ മലയാളം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ ഇതിനൊന്നും ഒരു ഭംഗി പല വെറൈറ്റി ഫോണ്ടുകളും മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മൾ മലയാളം ടൈപ്പിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒപ്പം ഫോണ്ടുകൾ എന്തൊക്കെ, അവ ഏതുതരം എന്നും അറിഞ്ഞിരിക്കണം. മലയാളം ഫോണ്ടുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്, ഒരുപാട് പാക്കുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളതും ഞാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള 4 ഫോണ്ട് പാക്കുകളാണുള്ളത്. 1 ആപ്പിൾ എന്ന് പറയുന്ന ഈ പാക്കാണ്, 2 സ്ക്രൈബ്, 3 ML, 4 FML. അപ്പോൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്ത് ഈ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മലയാളം വന്നല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ അവിടെയും നമുക്ക് നെഗറ്റീവ് ആയിരിക്കും ഫലം. കാരണം ഈ ഫോണ്ട് പാക്കിൽ മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. ഇവിടെയാണ് ISM എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇത് നമ്മുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാം. പക്ഷെ അവിടെ ബുദ്ധിമുട്ടുണ്ട്. കീബോർഡിലെ മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. എവിടെയൊക്കെയാണ് മലയാളം അക്ഷരങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഇത് നോർമലി DTP സെന്ററിലുള്ളവരൊക്കെ മലയാളം വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ നമുക്ക് ഇത്രയൊന്നും വലിയ പാരഗ്രാഫ് ഒന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തേണ്ടി വരില്ല. വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അതിന് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പവഴികളുണ്ട്. 1.5 മിനിറ്റ് സമയത്തിനുള്ളിൽ എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മലയാളം ടൈപ്പിങ്ങിനെ കുറിച്ചിട്ടും മലയാളം ഫോണ്ടിനെ കുറിച്ചിട്ടെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.